നമസ്കാരം. ഒന്നോർത്തു നോക്കൂ, വഴിയരികിൽ വിശന്ന അവശനായി ഒതുങ്ങിക്കൂടിയിരിക്കുന്നൊരു നായ, അല്ലെങ്കിൽ ഒരുപാട് ഭാരം വലിച്ച് തളർന്നു പോകുന്നൊരു മൃഗം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ നോവ് പോലും തോന്നാറുണ്ടോ? നമ്മുടെയൊക്കെ സഹാനുഭൂതിയുടെ അതിരുകൾ എവിടെയാണ് അവസാനിക്കുന്നത്? അത് മനുഷ്യരിൽ മാത്രമായി ഒതുങ്ങേണ്ടതാണോ? അതോ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് നീതിയും കരുണയും കാണിക്കാൻ കഴിയുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നൊരുമിച്ച് അന്വേഷിക്കാൻ പോകുന്നത്. ഈയൊരു ചിന്തായാത്രയിൽ നമുക്ക് വഴികാട്ടിയാകുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ അഗാധമായ ചിന്തകളാണ്. സമൂഹത്തിന്റെ ആത്മീയവും ധാർമ്മികവുമായ ഉന്നമനത്തിനായി തന്റെ ജീവിതം തന്നെ ഉഴിഞ്ഞുവെച്ച ഒരു മഹാനായ ദാർശനികനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ന്യായ പശുവും കെ സാബ് ഭി ബർത്താ ജായേ എന്ന പുസ്തകത്തിലെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലാം, അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ആദ്യം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള മറന്നുപോയ ഒരു ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. പിന്നെ നമ്മുടെ വീടുകളിലെ കാപട്യത്തെക്കുറിച്ചും ഫാഷന്റെ പേരിലുള്ള ക്രൂരതയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചില വിചിത്രമായ ധാരണകളെക്കുറിച്ചുമൊക്കെ നമ്മൾ പരിശോധിക്കും. ഒടുവിൽ എന്താണ് യഥാർത്ഥ സൗന്ദര്യം എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഒരുമിച്ചെത്തും. നമ്മുടെ ആദ്യത്തെ ആശയം ഇതാണ്: കരുണ, നീതി, ദയ. ഇതൊക്കെ മനുഷ്യർക്കു വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണോ? അല്ല, അത് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു മൃഗത്തോടും ദയ കാണിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ ഒരു അടിസ്ഥാന തത്വമാണ് നമ്മൾ എപ്പോഴോ മറന്നുപോയ ആ പഴയ ഉടമ്പടി. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ദയയുടെ വൃത്തം വളരെ ചെറുതായിരിക്കും. ചിലപ്പോൾ അത് നമ്മുടെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും ഒതുങ്ങിപ്പോകും. പക്ഷേ യഥാർത്ഥ മനുഷ്യത്വം ആവശ്യപ്പെടുന്നത് ആ വൃത്തം വലുതാക്കാനാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ, ഒരു രാജ്യത്തിന്റെ മഹത്വം അളക്കുന്നത് അവിടുത്തെ മൃഗങ്ങളോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് നോക്കിയാണ്. നമ്മുടെ കരുണയുടെ ആ വലയം എല്ലാ ജീവജാലങ്ങളിലേക്കും എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നത്. ശരി, അപ്പോൾ ഈ മറന്നുപോയ ഉടമ്പടി നമുക്ക് ഏറ്റവും അടുപ്പമുള്ള നമ്മുടെ കൂടെ ജീവിക്കുന്ന മൃഗങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ലംഘിക്കപ്പെടുന്നതെന്ന് നോക്കിയാലോ? നമ്മുടെ വീടുകളിലെ വളർത്തുമൃഗങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു, അല്ലേ? എന്നാൽ ആ സ്നേഹം എല്ലാ മൃഗങ്ങളോടും നമുക്ക് കാണിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സംസ്കാരത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമാണിത്. നമ്മൾ പശുവിനെ ഗോമാത എന്ന സ്നേഹത്തോടെ വിളിക്കും. അമ്മയുടെ സ്ഥാനമാണ് നൽകുന്നത്. പക്ഷേ പ്രവൃത്തിയിലോ? പാൽ തരുന്ന കാലം വരെ മാത്രം അമ്മ. അത് കഴിഞ്ഞാലോ? തെരുവിൽ ഉപേക്ഷിക്കാനോ കശാപ്പുകാർക്ക് വിൽക്കാനോ നമുക്കൊരു മടിയുമില്ല. അതൊരു പാൽ തരുന്ന യന്ത്രം മാത്രമായി മാറുന്നു. ഇതെന്ത് തരം സ്നേഹമാണ്? എന്ത് തരം നീതിയാണ്? ഒരു ജീവിതകാലം മുഴുവൻ മനുഷ്യനു വേണ്ടി പാടത്ത് പണിയെടുത്തൊരു കാളയെ ഒന്ന് ഓർത്തു നോക്കൂ. അതിന്റെ ചെറുപ്പത്തിലെ അധ്വാനം മുഴുവൻ നമുക്കു വേണ്ടിയായിരുന്നു. ഒടുവിൽ വയസ്സായി, എല്ലുകൾ നുറുങ്ങുന്ന വേദനയിലും അത് ഭാരം വലിച്ചു. എന്നിട്ടോ, തീരെ വയ്യാതാവുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ, പഴയതൊന്നും ഓർക്കാതെ ഇറച്ചി വെട്ടുകാരന് വിൽക്കുന്നത്, അതെത്ര വലിയ വഞ്ചനയും നന്ദികേടുമാണ്. അടുത്ത ചോദ്യം ഇതാണ്: നമ്മുടെ സൗന്ദര്യത്തിനും ആഡംബരത്തിനും വേണ്ടി മറ്റു ജീവികളെ വേദനിപ്പിക്കുന്നത് ശരിയാണോ? ഈ പ്രശ്നം വെറും അവഗണനയിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഫാഷന്റെയും പൊങ്ങച്ചത്തിന്റെയും പേരിൽ ഇതൊരു ആസൂത്രിതമായ ക്രൂരതയായി മാറുകയാണ്. അപ്പോൾ ആരാണ് ഈ ക്രൂരതയുടെയൊക്കെ വില കൊടുക്കുന്നത്? കാട്ടിലെ ഒരു സിംഹം വിശക്കുമ്പോൾ മാത്രമാണ് ഇരയെ പിടിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയാണോ? കൊമ്പിനുവേണ്ടി ആനയെയും തോലിനുവേണ്ടി പുലിയെയും വെറുമൊരു അലങ്കാരത്തിനു വേണ്ടി മാനുകളെയും വേട്ടയാടുന്നു. ഇത് അതിജീവനമല്ല. ഇത് മനുഷ്യന്റെ അടങ്ങാത്ത ആർത്തിയുടെയും അഹങ്കാരത്തിന്റെയും പ്രകടനം മാത്രമാണ്. പട്ടുസാരി കാണാൻ എന്ത് ഭംഗിയാണ്, അല്ലേ? പക്ഷെ അതിനു പിന്നിലെ യാഥാർത്ഥ്യം അത്ര ഭംഗിയുള്ളതല്ല. ഒരു പട്ടുനൂൽ പുഴു തനിക്കൊരു വീടൊരുക്കാൻ ദിവസങ്ങളെടുത്ത് നെയ്യുന്ന ആ കുക്കോൺ അതിന്റെ ജീവനുള്ള ശവകുടീരമായി മാറുകയാണ്. അതിനെ ജീവനോടെ തിളച്ച വെള്ളത്തിലിട്ട് കൊല്ലുമ്പോൾ കിട്ടുന്ന നൂലുകൊണ്ടാണ് നമ്മൾ സൗന്ദര്യം ആഘോഷിക്കുന്നത്. ഓർക്കണം, ഓരോ പട്ടുസാരിക്ക് പിന്നിലും ആയിരക്കണക്കിന് ജീവനുകളുടെ നിലവിളിയുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾക്കും ആഭരണങ്ങൾക്കും ലെതർ ബാഗുകൾക്കും ഷൂസിനും വേണ്ടി എത്രയെത്ര ജീവികളാണ് ഓരോ ദിവസവും കൊല്ലപ്പെടുന്നത്. ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതിന്റെ പിന്നിലെ ക്രൂരതയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഒരു നിമിഷത്തെ ആഡംബരത്തിന് ഒരു ജീവന്റെ വിലയുണ്ടോ? വിചിത്രമെന്നു പറയട്ടെ, മൃഗങ്ങളോട് മാത്രമല്ല, സൗന്ദര്യത്തിന്റെ പേരിൽ മനുഷ്യൻ മനുഷ്യനോടും ക്രൂരത കാണിക്കുന്നുണ്ട്. മൃഗങ്ങളോട് കാണിക്കുന്ന ഇതേ മനോഭാവം സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചില തെറ്റായ ധാരണകൾ കാരണം മനുഷ്യർ തങ്ങളോട് തന്നെ എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതൊരു കണ്ണാടി പോലെയാണ് ശരിക്കും. ചൈനയിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരാചാരമായിരുന്നു ഇത്. ചെറിയ പെൺകുട്ടികളുടെ കാലുകൾ ഒടിച്ച് വളച്ച് ഇറുകെ കെട്ടി ചെറുതാക്കി വെക്കുക. സൗന്ദര്യത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ ജീവിതകാലം മുഴുവൻ ഒരു മുടന്തിയാക്കുന്നതിനേക്കാൾ വലിയ ക്രൂരത വേറെ എന്തുണ്ട്? 5 or 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ കഴുത്തിൽ പിച്ചള വളയങ്ങൾ ഇട്ടു തുടങ്ങുന്നു.
വർഷങ്ങൾ കഴിയുന്തോറും വളയങ്ങളുടെ എണ്ണം കൂടും, കഴുത്ത് നീണ്ടുപോകും. ഇത് അവരുടെ ശരീരത്തെ എന്നേക്കുമായി വികൃതമാക്കുകയാണ്. സൗന്ദര്യം എന്ന ഒരു സങ്കല്പത്തിനു വേണ്ടി ശരീരം ഒരു തടവറയാക്കി മാറ്റുന്നതിന്റെ ഉദാഹരണമാണിത്. ഈ ടൈം ലൈൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സൗന്ദര്യത്തിന്റെ പേരിലുള്ള ഈ വേദനാജനകമായ മാറ്റങ്ങൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ വ്യക്തികളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ്. ഇതവരുടെ ആരോഗ്യം, സ്വാതന്ത്ര്യം, വ്യക്തിത്വം എല്ലാത്തിനെയും എന്നേക്കുമായി തകർക്കുന്നു. ഇതൊക്കെ പണ്ടത്തെ കഥകളല്ലേ എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവാം. എന്നാൽ ഈ ക്രൂരതയുടെ പാരമ്പര്യം ഇന്നും തുടരുന്നുണ്ട്. അതും നിങ്ങളുടെ ബാത്റൂമിലെ ഷെൽഫിലിരിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കുപ്പികൾക്കുള്ളിൽ ഒളിപ്പിച്ചുവെച്ച രൂപത്തിൽ. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന നല്ല വർണ്ണപ്പകിട്ടുള്ളൊരു ലോകമാണ് കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി. എന്നാൽ ആ തിളങ്ങുന്ന കുപ്പികൾക്കും നല്ല സുഗന്ധങ്ങൾക്കും പിന്നിൽ ശബ്ദമില്ലാത്ത ജീവികളുടെ എത്രമാത്രം വേദനയും കണ്ണുനീരും മറഞ്ഞിരിപ്പുണ്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ പട്ടികയിലെ ഓരോ വാക്കും ശരിക്കും ഒരു നിലവിളിയാണ്. ഒരു പുതിയ ഷാംപൂ എത്രത്തോളം സുരക്ഷിതമാണെന്നറിയാൻ ഒരു മുയലിനെ അനങ്ങാൻ കഴിയാതെ കെട്ടിയിട്ട് അതിന്റെ കണ്ണുകളിൽ ആ കെമിക്കലുകൾ ഒഴിച്ച് വേദന കൊണ്ട് പുളഞ്ഞ് അത് അന്ധനാകുന്നതുവരെ പരീക്ഷണം തുടരുന്നു. ഒരു രോമകുപ്പായത്തിനു വേണ്ടി അമ്മയുടെ ചൂടുപറ്റിക്കിടക്കുന്ന സീൽ കുഞ്ഞുങ്ങളെ അവയുടെ അമ്മയുടെ കൺമുന്നിലിട്ട് തല്ലിക്കൊല്ലുന്നു. ഈ ക്രൂരതയെ ന്യായീകരിക്കാൻ ഏത് സൗന്ദര്യത്തിനാണ് കഴിയുക? ഇത്രയധികം ഇരുണ്ട യാഥാർത്ഥ്യങ്ങൾ കണ്ടുകഴിഞ്ഞപ്പോൾ മുന്നോട്ടുള്ള വഴിയെന്താണ്? നിരാശപ്പെടേണ്ട. നമ്മുടെ ചെറിയ ചെറിയ പ്രവൃത്തികൾക്ക് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഉത്തരം ഒന്നേയുള്ളൂ: സൗന്ദര്യമെന്ന് നമ്മൾ കരുതുന്നതിനെ നമ്മൾ പുനർനിർവചിക്കണം. പുറമേയുള്ള സൗന്ദര്യം കാലം കഴിയുമ്പോൾ മാഞ്ഞുപോയേക്കാം. എന്നാൽ സദ്ഗുണങ്ങൾ നിറഞ്ഞ ദയയും സ്നേഹവുമുള്ള ഒരു സ്വഭാവത്തിൽ നിന്നുള്ള സൗന്ദര്യം കാലം ചെല്ലുന്തോറും കൂടുകയുള്ളൂ. അതാണ് യഥാർത്ഥ സൗന്ദര്യം. ഏത് ഉപരിപ്ലവമായ അലങ്കാരത്തെക്കാളും ആകർഷകവും ശക്തവും അതുതന്നെയാണ്. അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ സന്ദേശം. ആത്യന്തികമായ സൗന്ദര്യവർദ്ധക വസ്തു, യഥാർത്ഥ അലങ്കാരം, അത് കരുണയാണ്. അടുത്ത തവണ നിങ്ങളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അത് ക്രൂവൽറ്റി ഫ്രീ ആണോ എന്ന് നോക്കുക. മൃഗങ്ങളോട് ക്രൂരത കാണുന്നിടത്ത് ശബ്ദമുയർത്തുക. കാരണം നമ്മുടെ സൗന്ദര്യം മറ്റൊരാളുടെ വേദനയിൽ നിന്നാകരുക. യഥാർത്ഥ സൗന്ദര്യം അനുകമ്പയാണ്. ആ സൗന്ദര്യം നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ കഴിയട്ടെ.